പ്രിയ മക്കൾക്ക് സാദര നമസ്കാരം. നമ്മുടെ വ്രതങ്ങളിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ്. ധനുമാസത്തിലെ തിരുവാതിര ശ്രീ പരമേശ്വരൻ്റെ ജന്മനാളായി കണക്കാക്കുന്നു. അന്നേ ദിവസം സ്ത്രീകൾ ഉമാമഹേശ്വരന്മാരുടെ പ്രീതിക്കും ദീർഘമംഗല്യഭാഗ്യത്തിനുമായി വ്രതം അനുഷ്ഠിക്കുന്നു. കന്യകമാരാകട്ടെ ഉത്തമ ഭർത്താവിനെ ലഭിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് തിരുവാതിര വ്രതത്തിനുള്ളത്. മകയിരം നാളിൽ എട്ടങ്ങാടിയുണ്ടാക്കി ശിവൻ, പാർവതി, ഗണപതി എന്നിവർക്ക് നിവേദിക്കുന്നു. എന്താണ് ഈ എട്ടങ്ങാടി? കരിമ്പ്, കാച്ചിൽ, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, പയർ, തേങ്ങ, ഏത്തയ്ക്ക എന്നിങ്ങനെ 8 കൂട്ടം വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന പുഴുക്കിനെയാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കാച്ചിൽ, കൂർക്ക, ചേന, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, 2 ഇനം ചേമ്പ് ഇങ്ങനെയും 8 കൂട്ടം കിഴങ്ങുകൾ കൊണ്ട് ഉണ്ടാക്കുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ കൊട്ടത്തേങ്ങ, നേന്ത്രക്കായ്, കരിമ്പ്, കദളിപ്പഴം എന്നിവ ചേർത്തുണ്ടാക്കുന്ന എട്ടങ്ങാടി ചേരുവയും കാണുന്നുണ്ട്. അതായത് കുറേ പഴവർഗ്ഗങ്ങൾ ചേർത്തിട്ട് തിരുവാതിര നാൾ അതിരാവിലെ കുളി കഴിഞ്ഞ് അട, മലർ, അവിൽ, കരിക്ക്, പഴം എന്നിവ ശിവപാർവതിമാർക്ക് നിവേദിക്കണം. അനന്തരം പ്രസാദത്തോടൊപ്പം കൂവപ്പൊടി കുറുക്കിയതാണ് കഴിക്കുന്നത്. അന്ന് അരിയാഹാരം പാടില്ല. ഗോതമ്പ്, ചാമ എന്നീ ധാന്യങ്ങൾ കൊണ്ടുള്ള ആഹാരം, തിരുവാതിര പുഴുക്ക് ഇവയാണ് അന്ന് കഴിക്കേണ്ടത്. രാത്രി കന്യകമാരും വിവാഹിതകളും അർദ്ധനാരീശ്വരൻ, ഗണപതി എന്നിവരെ പൂജിച്ച ശേഷം തിരുവാതിരക്കളി തുടങ്ങും. ഇത് നേരം വെളുക്കുമോളം ഉണ്ടാകണം. ഇതിനിടയിൽ പാതിരാപ്പൂ ചൂടൽ എന്നൊരു ചടങ്ങുണ്ട്. മുൻകാലങ്ങളിൽ ദശപുഷ്പങ്ങളാണ് ധരിച്ചിരുന്നത്. ഇന്ന് അർദ്ധരാത്രിക്ക് വിരിയുന്ന കൊടുംവേലിപ്പൂവാണ് അണിയുന്നത്. വിവാഹശേഷം ആദ്യം വരുന്ന തിരുവാതിര സുമംഗലികൾക്ക് പൂത്തിരുവാതിരയാണ്. അതിന് പ്രത്യേകതകൾ ധാരാളമുണ്ട്. ശിവരാത്രി നാൾ ശിവന് നെയ്യ്, തേൻ, ഇളനീർ എന്നിവ അഭിഷേകം നടത്തുന്നത് വളരെ വിശിഷ്ടമാണ്. പിറ്റേന്ന് രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് പാരായണവും നടത്തണം. അതിനുശേഷം നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക്, അരിഭക്ഷണത്തിലേക്കൊക്കെ മടങ്ങി വരാം. അപ്പോൾ തിരുവാതിര വ്രതം എന്ന് പറയുന്നത് സ്ത്രീകൾ അനുഷ്ഠിക്കുന്നതാണ് പ്രധാനമായിട്ടും. തൻ്റെ ഭർത്താവിന് ശാന്തിയും സമാധാനവും ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബനാഥനാണ് ഭർത്താവ്. അദ്ദേഹത്തിൻ്റെ സുഖമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സുഖം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുകയാണ്, ഭാര്യ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുടുംബനാഥന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണം, അദ്ദേഹത്തിന് എപ്പോഴും മനസ്സമാധാനം ഉണ്ടാവണം, ഞങ്ങൾക്ക് നല്ല സമ്പത്തുണ്ടാവണം, ഞങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാവണം. ഈ പ്രാർത്ഥന വർഷത്തിലൊരിക്കൽ ഈ ചടങ്ങിലൂടെ നടത്തുന്നു. എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കണം. പക്ഷെ തിരുവാതിര ചടങ്ങിൽ അതിന് പ്രത്യേക സവിശേഷതയുണ്ട്. കാരണം മാതൃകാ കുടുംബമാണ് ശിവന്റെയും പാർവതിയുടെയും കുടുംബം. അപ്പൊ ശിവപാർവതി ദേവീദേവന്മാരെ ഉപാസിക്കുന്ന ദിവസം കൂടിയാണ് അത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിൻ്റെ ചടങ്ങുകളെല്ലാം ചെയ്യണം. അതുപോലെ വിവാഹം കഴിക്കാത്ത കന്യകമാരോ ഏറ്റവും നല്ല ഭർത്താവിനെ ലഭിക്കുവാൻ സൽഗുണസമ്പന്നനായ, ശാന്തസ്വരൂപിയായ, നല്ല സമ്പത്തിനെ ഉണ്ടാക്കുന്ന, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാത്ത ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുവാൻ പാർവതി പരമേശ്വരന്മാരോട് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ് തിരുവാതിര വ്രതം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വ്രതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മക്കളിതാ മനസ്സിലാക്കുന്നു, എത്രയെത്ര വ്രതങ്ങളാണ് ഹിന്ദുവിനുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചില ഹിന്ദുക്കളൊക്കെ മറ്റു മതങ്ങളുടെ വ്രതമൊക്കെ എടുക്കുന്നത് കാണാം. അപ്പോൾ അവർക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. അതിനെക്കുറിച്ചൊന്നും ഒരു ആശയവും അവർക്കില്ല. നമ്മുടെ വ്രതങ്ങളെല്ലാം തന്നെ കൃത്യമായ സങ്കല്പത്തോടുകൂടി നടക്കുന്ന വ്രതങ്ങളാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള വ്രതങ്ങൾ മക്കൾ ഒന്നുകൂടി കേൾക്കണം, അതെല്ലാം പഠിച്ച് എഴുതി വെക്കണം. എന്നിട്ട് നമ്മുടെ വ്രതങ്ങളെ ജീവിതത്തിൽ അനുഷ്ഠിക്കണം. ശിവരാത്രി വ്രതവും നവരാത്രി വ്രതവും തിരുവാതിര വ്രതവും എല്ലാം അനുഷ്ഠിക്കണം. ഇനി നമുക്ക് നവരാത്രി വ്രതം വരാൻ പോകുന്നുണ്ട്, വിജയദശമിയൊക്കെ വരാൻ പോകുന്നുണ്ട്. മക്കളെല്ലാവരും ആ നവരാത്രി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ശക്തിയെ, ദുർഗാപൂജയെ ചെയ്യുന്ന നല്ലവരായിട്ട്, ശക്തിയുള്ളവരായിട്ട്, സരസ്വതിയെ ആരാധിക്കുന്നവരായിട്ട്, മഹാലക്ഷ്മിയെ ഉപാസിക്കുന്നവരായിട്ട് തീരണം. അങ്ങനെ തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തി, സമാധാനം, സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം എല്ലാ ദേവീദേവന്മാരും നമ്മളെ കടാക്ഷിച്ചാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് വ്രതങ്ങളെ അനുഷ്ഠിക്കുക എന്ന് ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.